ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണ അറിയിപ്പാണ്. ഇന്നിപ്പോൾ 15-ാം തീയതി ആയിരിക്കുകയാണ്. 20-ാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണ അറിയിപ്പ് ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പല ആളുകളും ചോദിച്ചിരുന്നു, ഈ 3200 രൂപ എന്ന് ആദ്യം പറഞ്ഞു, ഇപ്പോൾ 1600 രൂപയിലേക്ക് മാറുന്നു എന്നുള്ളൊരു കാര്യം എന്താണ് എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഓണത്തിന് മുമ്പാകെ തന്നെ ഈ ഒരു കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ജൂലൈ മാസത്തിലും അതുപോലെ തന്നെ അടുത്ത മാസത്തിലുമായിട്ട് പെൻഷൻ തുക 3200 രൂപ വീതം വിതരണം ചെയ്ത് തീർക്കേണ്ടതാണ്. പക്ഷേ സർക്കാർ ഇത് കൂടുതലായിട്ടും കടമെടുത്താണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു തുക കടമെടുക്കാൻ സാധിക്കാതെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു തുകയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ വരുന്ന ഓണം കഴിയുന്നതോടുകൂടി തന്നെ ഈ ഒരു തുക പൂർണ്ണമായിട്ട് 3200 രൂപ വീതമുള്ള തുകയിലേക്ക്, അല്ലെങ്കിൽ 3200 രൂപ കൂടിയാണ് ഇനി കുടിശ്ശിക ലഭിക്കാനുള്ളത്, അത് പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് തീർക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു അറിയിപ്പ് തന്നെ ലഭിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വീടുകളിൽ, നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെയൊക്കെ വില എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ 450-500 രൂപയൊക്കെ ഈടാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ വിലയിൽ വിപണിയിൽ വെളിച്ചെണ്ണ വരുന്നുണ്ട്. ആരും വാങ്ങിക്കരുത്, കാരണം 100 രൂപയ്ക്കൊക്കെ വെളിച്ചെണ്ണ നൽകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. വ്യാജ എണ്ണകളാണ് ഇതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ തേങ്ങയ്ക്ക്, നാളികേരത്തിനൊക്കെ വില കൂടി നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് വില വർധന ഉണ്ടാകും. പക്ഷേ വിപണിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വ്യാജ വെളിച്ചെണ്ണ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയാണ്. കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം 19-ാം തീയതിയോടുകൂടി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് ഇത് പറയേണ്ട ആവശ്യമില്ല, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അറിയിപ്പ് എത്തിച്ചിരുന്നതാണ്. കിസാൻ സമ്മാൻ നിധി തുക പ്രധാനമന്ത്രി വിദേശത്ത് നിന്ന് മടങ്ങി വന്നതിന് ശേഷം ബീഹാറിൽ വെച്ചായിരിക്കും ഒരുപക്ഷെ ഈ ഒരു തുക വിതരണം ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെയധികം ആളുകൾ ഇപ്പോഴും ഇത് ചോദിക്കുന്നുണ്ട്, ഈ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു 19-ാം തീയതി തന്നെ കിട്ടുമെന്നാണ് പല വെബ്സൈറ്റുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പിൽ പറയുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇത് കൂടാതെ തന്നെ ശക്തമായിട്ടുള്ള മഴ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും